ഉത്സവങ്ങൾക്കിടെ ആനയിടഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾ നമ്മളിൽ ആശങ്ക ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കോട്ടയത്തെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ആനയെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ഭരണസമിതി. മാത്രമല്ല, ആനയ്ക്കായി ചെലവാകുന്ന പണം കൊണ്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൻ്റെതാണ് ഈ മാതൃകാ തീരുമാനം. ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൽ ഇത് ഉത്സവകാലമാണ്. ഉത്സവം വിപുലമായാണ് നടത്തുന്നത്. എല്ലാ പുലിമയുമുണ്ടെങ്കിലും ഇത്തവണ ഉത്സവത്തിന് ആനകളുണ്ടാകില്ല. ആനകളെ ഇനി മുതൽ ഉത്സവത്തിന് ഉപയോഗിക്കേണ്ടതില്ലെന്നാണ് ദേവസ്വത്തിന്റെ തീരുമാനം. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ഈ മുൻകരുതൽ. അതുമാത്രമല്ല, ആനയ്ക്ക് വേണ്ടി നീക്കിവെക്കുന്ന തുക കൊണ്ട് ഭവനരഹിതരായ ഒരു കുടുംബത്തിന് വീടുവെച്ച് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഒഴിവാക്കുന്ന ഫണ്ട് നമ്മൾ ഒരു പാവപ്പെട്ട ആളിന് വീട് വെച്ച് കൊടുക്കുന്നതിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളുടെ കുമരകത്തെ 4 ശാഖയിൽപ്പെട്ട അംഗങ്ങൾക്കായിരിക്കും അത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി അത് ചിലവഴിക്കുവാനായിട്ടാണ് ദേവസ്വം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. തങ്കരഥമുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ശ്രീകുമാരമംഗലം. അതിനാൽ ക്ഷേത്രചടങ്ങിന്റെ ഭാഗമായുള്ള എഴുന്നള്ളത്തിന് ആന അവിഭാജ്യ ഘടകമല്ലെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ആനയെ ഒഴിവാക്കിയത് മാത്രമല്ല, ഷർട്ട് ധരിച്ച് ക്ഷേത്രദർശനം നടത്താമെന്നും നേരത്തെ ഇവിടെ പ്രാവർത്തികമാക്കിയിരുന്നു. ഈ വർഷം ഒരുപാട് പുതുമകൾ ഉണ്ട്. കഴിഞ്ഞ മാസം ഞങ്ങൾ ഷർട്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ ആദ്യമായി ഷർട്ട് ധരിച്ചുകൊണ്ട് ശിവഗിരി മഠത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി അല്ലെ അഭിപ്രായത്തോടു കൂടി തന്നെ ഞങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു. ഇപ്പോൾ ക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് ഷർട്ട് ധരിച്ചുകൊണ്ട് പ്രവേശിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആനയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉത്സവമാണ് ആദ്യമായി ഇവിടെ അരങ്ങേറുന്നത്. ആനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പാട്ടത്തുക കൊണ്ട് മാത്രം വീട് നിർമ്മാണം നടത്താൻ സാധിക്കാത്തതിനാൽ സുമനസ്സുകളുടെ സഹായവും തേടുന്നുണ്ട്. ആദ്യ സംഭാവനയായി ദേവസ്വം സെക്രട്ടറി 50,000 രൂപ നൽകി. 4 അംഗശാഖകളിൽ ഉൾപ്പെട്ട ഏറ്റവും നിർധനനായ ശാഖാംഗത്തിന് ഒരു വീട് നൽകുന്നതാണ് പദ്ധതി. നറുക്കെടുപ്പിലൂടെയാകും ഒരു കുടുംബത്തെ തിരഞ്ഞെടുക്കുക. 24 കോട്ടയം.